പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്നത് ഈ റെഡ് പ്ലാന്റ് നമ്മൾ കുളത്തിൽ കുറച്ച് മീനുകളുണ്ട്. നമ്മൾ കോഴി വന്നിട്ടുണ്ട് കേട്ടോ. കോഴി പോയി. അപ്പോൾ ഈ റെഡ് പ്ലാന്റിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു ചെടീൻ്റെ വിശേഷമാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിലുള്ള ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിതിൻ്റെ ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 500 തൈ ഉണ്ടാക്കാനുള്ളൊരു ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെറിയ ബാഗിൽ ഒരു 3 പീസ് ഒരു കവറിലാക്കിയിട്ട് അതങ്ങനെ ഒരു കുറച്ച് സമയം പിടിക്കുന്ന പണിയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഗപ്പികൾ നിറച്ചുണ്ട്. ഗപ്പി ഒരു അക്വേറിയത്തിൽ അതൊന്ന് കടക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗപ്പി അവർക്കത് കൊണ്ട് കൊടുക്കണം. എനിക്ക് പറഞ്ഞാൽ സമയമില്ല. ഞാൻ ഗപ്പി പിടിച്ചിട്ടില്ല കേട്ടോ. ഗപ്പി നാളെ പിടിക്കുള്ളൂ. പിടിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ആ വീഡിയോ കാണിക്കും കേട്ടോ. പിന്നെ നമ്മളതിൽ കണ്ടില്ല ഈ ചെറിയ ആമ്പൽ കുളത്തിൽ അതുണ്ട് കേട്ടോ. 2 ആമ്പൽ ഇതിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ 4 പൂവല്ല 5 പൂവാണെന്നുള്ളത് കേട്ടോ. ഒന്നിവിടെ വെള്ളത്തിൻ്റെ അടിയിലും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വലിയ തവളകളുണ്ട് കേട്ടോ. തവള ഈ നമ്മളെ ഇത് മീൻ പിടിക്കണുണ്ടോ എന്നൊരു സംശയം. ഒരു മീനിനെപ്പോൾ കാണുന്നില്ല. നമ്മൾ വലിയൊരു മീനുണ്ടായിരുന്നു, അതിനെപ്പോൾ കാണാതായിട്ടുണ്ട്. അപ്പോൾ ഈ തവള പിടിക്കുക എന്നാണ് തോന്നുന്നത്. തവളനെ നമുക്കിതിൽ നിന്ന് പിടിച്ച് ഞാൻ 4 ഒഴിവാക്കി. ഇനിയിപ്പോൾ 2 കിടക്കുന്നുണ്ട്. വലിയ 2 തവള അവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് പിടിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അതുണ്ടല്ലേ, ഇതിനൊരു വാട്ടുണ്ട് കേട്ടോ. ഇന്ന് നനച്ചപ്പോൾ അതിനെ നനച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ നനയ്ക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ അത് അതുകൊണ്ട് ഉണങ്ങി ഒരു കറുത്ത കളറാവും. അപ്പോൾ ഇതാണ്ടില്ല നമ്മളെ ഇതിനൊരു കേട് വരുന്നുണ്ട്. അധികം മഴ തട്ടിയാലുള്ള കുഴപ്പമാണ് കേട്ടത്. എൻ്റെ ഈ തളിര് ഇലകളൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോകും. അപ്പോൾ വലിയ ഉള്ളു പോയിട്ടുണ്ട്, ഉള്ളു കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ തൈകളാണ്, ഈ റെഡ് പ്ലാന്റിൻ്റെ തൈകളാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. പിന്നെ നിങ്ങളെ കണ്ടില്ലേ, നമ്മളെ ബോഗൺവില്ല നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഒരു പൂവ് അങ്ങനെ വരാത്തതാണ്, സീസൺ കഴിഞ്ഞില്ലേ. അപ്പോൾ നാല് പൂവ് വരുന്നുണ്ട്. കണ്ടില്ല, മഞ്ഞ കളറാണിത്. മഞ്ഞ കളർ ലില്ലി പോപ്പി എന്താ അങ്ങനത്തെ ഒരു പേര്, എപ്പോഴും അതിൻ്റെ പേര് മറക്കൂട്ടോ. അപ്പോൾ അതും നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. ഇവിടെ പൂക്കളുണ്ട്. പിന്നെ റോസ് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്താണ് കേട്ടോ. കട്ട് ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ പുതിയ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഉള്ള പൂക്കൾ കഴിഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ ഈ ഒരു ഈ റോസിന് ഉള്ള ചെറിയ പൂക്കളാവും കേട്ടോ. നിറയെ പൂക്കളുണ്ടാവും. ഇങ്ങനെ കൊലകൊലായിട്ട് ഒരുപാട് ദിവസം നിൽക്കും കേട്ടോ. ഒരു 10, 15, 20 ദിവസമൊക്കെ ഈ പൂ ഇങ്ങനെ കേടുവരാതെ നിൽക്കും കേട്ടോ. ഒരു ബൊക്കെ പോലെയാണ് ഈ റോസ് ഉണ്ടാകുക. കാണാൻ നല്ല ഭംഗി, ഇങ്ങനെ വള്ളിപ്പടർപ്പായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. കണ്ടില്ല, നമ്മളിതൊരു കൊള്ളിമ കുത്തി വെച്ചാണ്. ഇത് വേറൊരു റോസാണിത്. പിന്നെ വലിയ വലിപ്പമല്ല. ഇതിൻ്റെ മുട്ട ഉണ്ടല്ലോ, ഈ റോസിൻ്റെ മുട്ടുകൾ കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ. കണ്ടില്ല, റോസിൻ്റെ മുട്ട നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. വിരിഞ്ഞാൽ നമുക്ക് അത്ര ഒരു ഇത് കിട്ടില്ല. ആ മുട്ടായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്. ഇതിന്മേൽ കുറേ മുട്ടകളുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ പെയ്താലാണ് ഇപ്പോൾ അത് ഉഷാറാവുക. ഇന്ന് അതുപോലെ തന്നെ ഇതിങ്ങനെ കണ്ടില്ല, ഇതിലും റോസുണ്ട്.
ചെമ്പരത്തിമേൽ പൂക്കളുണ്ട്. പിന്നെ ഇവിടെ ഒരു കാണാൻ ഏറ്റവും ഭംഗിപ്പോൾ ഇതാണ് കണ്ടില്ലേ, നിറയെ പൂക്കളാണ് കേട്ടോ. പിന്നെ നല്ല പൂക്കളുണ്ട് കണ്ടില്ലേ. നമ്മളിവിടെയൊക്കെ ഇത് കാണൽ കുറവാണ്. വയനാട് ആ ഭാഗത്തൊക്കെ ഇത് നിറയെ വെയിലായിട്ടൊക്കെ ചെടി ഉണ്ടാക്കുന്നുണ്ട്. നമുക്കൊരു കൗതുകമാണെങ്കിൽ അവർക്ക് അത് അത്ര ഒരു കൗതുകമല്ല. പിന്നെ ബോഗൺവില്ല ഇവിടെ പുതിയ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ചീരൻ്റെ അടുത്ത് തന്നെ നമ്മൾ റെഡ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെണ്ടക്ക നല്ല ഇത് നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് വെണ്ടക്കൻ്റെ കേട്ടോ. പിന്നെ ഇവിടെ ഈ റോസ് കണ്ടില്ല. ആദ്യമൊക്കെ ഇതിൻ്റെ വലിയ പൂക്കളാണ്. ഇപ്പോൾ അത് വലിയൊരു വലുപ്പമല്ല, ഇതിനൊരു ചെറിയൊരു ഉണക്കത്തിൻ്റെ ഒരു കേട് വന്നിട്ടുണ്ട്. എൻ്റെ പ്രശ്നം അതുകൊണ്ട് നല്ലൊരു വെയിലറച്ചില്ല, അപ്പോൾ അതിൻ്റെ തലപ്പൊക്കെ കണ്ട് ഉണങ്ങിപ്പോയി. ഇത് കണ്ടില്ല, ഇതൊരു നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ഇതിന് നിറയെ പൂക്കളുണ്ടാവും. അത് നമ്മളിവിടെ ഇതൊരു ഈ പൂ കണ്ടില്ല, ഇതൊരു നല്ലൊരു കളറുള്ള പൂവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഇതിന്മേ ചെടിമൊരു പൂവില്ല കേട്ടോ. ഈ 10 മണി ഇന്ന് ഉണ്ടായിട്ടില്ല കേട്ടോ. 10 മണി ഒരു പൂവാണ് ഉണ്ടായിട്ടുള്ളത്. മുളകിന് പിന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മണ്ണിട്ടെങ്കിലേ ഇപ്പോൾ ശരിയാവുള്ളൂ. മണ്ണ് മാറ്റി കൊടുത്തിട്ടില്ല. ഇതൊരു പൈപ്പിലാണല്ലോ ഉണ്ടാക്കിയത്. ഞാൻ ഇതിൽ മുന്നേ കാണിച്ചിരുന്നില്ല പൈപ്പിലുണ്ടാക്കി. പിന്നെ ഇവിടെ കണ്ടില്ല മഞ്ഞപ്പൂക്കളിങ്ങനെ നിറയെ മഞ്ഞപ്പൂക്കളാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി പറഞ്ഞത് ഇങ്ങനെ നിറയെ പൂക്കളുണ്ടാവും. ഈ ഭാഗത്തൊക്കെ മഞ്ഞപ്പൂക്കളുണ്ട് കേട്ടോ. നമ്മളിത് പിന്നെ കാണാൻ നല്ല ഭംഗി തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ തൂക്ക് ചട്ടിയിൽ ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ ഒന്നും കാണിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ കാണിക്കുമ്പോൾ ഒരു ബോറാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണാതിരിക്കുക, സോറി. പിന്നെ ഇവിടെ കണ്ടില്ല ഞങ്ങൾ ഈ പിന്നെ എന്താ അതിന് പറയാം, ഇപ്പോഴും ചെയ്തിട്ട് ഗ്രൗണ്ട് ഓർക്കിഡ്. ഗ്രൗണ്ട് ഓർക്കിഡ് ഇവിടെ ഒരു വേറെ ഒരു കളറുണ്ട് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ് എപ്പോഴും നമുക്ക് കാണാൻ നല്ലൊരു അട്രാക്ഷനുള്ള കളറാണ്. ഇത് ഒരു വയലറ്റ് ആകുമ്പോൾ ഇതിന് 2 കളറുണ്ട് കേട്ടോ. നമ്മളടുത്ത് ഇവിടെ ഒരു പല സൈസും ഉണ്ട് കേട്ടോ. കളറ് പൂക്കളുണ്ട് ഇവിടെ. ഇതിൻ്റെ മഞ്ഞുണ്ട്. ഇതൊക്കെ മഞ്ഞ അതിൻ്റെ പൂവ് തീരാനായതാണ് കേട്ടോ. പിന്നെ നമ്മളെ ഇങ്ങനെയാണ് നമ്മൾ ഈ ചെടി വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കിങ്ങനെ ദൂരത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് ഇതിങ്ങനെ കാണിക്കുന്നത് കണ്ടില്ല. നമുക്കിങ്ങനെ ഈ ചെടി നമ്മളിങ്ങനെ കൂട്ടത്തിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ചാൽ കേട്ടോ. ആ ഭാഗത്ത് ഇങ്ങനെ ഒരു ഏകദേശം ഒരു രൂപമാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. നമ്മളൊരു 700 ചട്ടി ഉണ്ട് കേട്ടോ. ചട്ടിയിൽ ആണിത് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് എല്ലാം ചട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു ഏകദേശം ഒരു രൂപ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ എനിക്ക്. ഇതൊക്കെ ചട്ടിയിലാണ്. ഈ വീടിൻ്റെ ചുറ്റു ഭാഗമുണ്ട് കേട്ടോ. നമ്മളൊരു സ്ഥലത്ത് മാത്രമല്ല, വീടിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഏകദേശം നമ്മളിങ്ങനെ കാണിച്ചാൽ അത് എത്ര ചട്ടി ഉണ്ട് നിങ്ങൾക്ക് ഒരു ഏകദേശം രൂപ കിട്ടുള്ളൂ. നമ്മളിത് 700ൻ്റെ മേലെ ചട്ടികളുണ്ട് കേട്ടോ. ഞാൻ ഈ വലിയ ചട്ടികളുടെ കണക്കാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ പോട്ടിൽ പ്ലാസ്റ്റിക് അതായത് സിമൻറ്റ് മൺചട്ടിയൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ. അതിൻ്റെ നമ്മളൊരു ഇപ്പം കാണിക്കുന്ന ഒരു 1/4 ഭാഗമാണ് കേട്ടോ. ഫുള്ള് കാണിക്കാൻ വീഡിയോ ഒരുപാട് ലെങ്ത്താവുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഫുള്ള് കാണിക്കാത്തത് കേട്ടോ. നമ്മളിതിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പോരാ, ഇത് നമ്മൾ മഴ ഇല്ലെങ്കിൽ അന്ന് തന്നെ നനക്കും വേണം കേട്ടോ. ഒരു ദിവസം നനവ് വെച്ചാൽ അതിൻ്റെ ഇല വാടിയാൽ പിന്നെ ചെടി ഉഷാറായി കിട്ടാൻ ഒരുപാട് പണിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എല്ലാവരും നെറ്റിക്കൊണ്ടുപോയി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അതിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും. പിന്നെ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കുക കേട്ടോ. അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം മതി. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പിന്നെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഈ വീഡിയോയ്ക്ക് ഒരു 500 ലൈക്കെല്ലാം കിട്ടണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് തന്നെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഒന്നും വിട്ടുപോകരുത്. കാണുമ്പോൾ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ ഇനി ഞാൻ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. പറഞ്ഞ് ബോറടിപ്പിക്കണമില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.